നമസ്കാരം. മണി ന്യൂസിന്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഇത്തവണ സംസ്ഥാന ബജറ്റ് ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിക്കുന്നത്. നോട്ട് അസാധുവാക്കൽ സൃഷ്ടിച്ച മാന്ദ്യം മറികടക്കുക തന്നെയാണ് ധനമന്ത്രി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. വർദ്ധിക്കുന്ന പൊതുകടവും റവന്യൂ കമ്മിയും ധനമന്ത്രിക്ക് മുന്നിലുള്ള പ്രതിസന്ധികളാണ്. ബിഗ് സ്റ്റോറിയിലേക്ക്. നനച്ചിരിക്കാതെ വന്ന നോട്ട് നിരോധനത്തിന്റെ ആഘാതത്തിലാണ് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ. ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയ്ക്ക് നോട്ട് അസാധുവാക്കൽ വലിയ പ്രതിസന്ധിയാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. സംസ്ഥാന ബജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുകയും നോട്ട് നിരോധനം തന്നെ. കാർഷിക മേഖലയെ തുടർന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു തീർന്നാൽ വ്യാപാര മേഖലയും നിർമ്മാണ മേഖലയുമാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്നത്. വ്യാപാര മേഖലയിൽ ഇനങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ഏതാണ്ട് 10% മുതൽ 90% വരെ സെയിൽസിൽ കുറവുണ്ടായിരിക്കുന്നു. അപ്പം വാഹന വിപണിയിലാണെങ്കിൽ വല്ലാത്ത മാന്ദ്യം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹോം അപ്ലയൻസസിൻ്റെ കാര്യത്തിൽ 10 മുതൽ 30% വരെയുള്ള ഇടിവുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ടും നമ്മളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതികൂലമായിട്ടാണ് വരിക. മാർച്ച് 3 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രിയുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ നിരവധിയാണ്. 2018-19 ആകുമ്പോഴേക്കും റവന്യൂ കമ്മി തീർത്തും ഇല്ലാതാക്കണമെന്നാണ് 14ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശം. പക്ഷേ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി കുറഞ്ഞത് 15,000 കോടി രൂപയെങ്കിലും ആകുമെന്നാണ് കണക്ക്. കടമെടുത്താണ് സംസ്ഥാനത്തിന്റെ നിത്യനിദാന ചെലവുകൾ നടത്തുന്നത്. ശമ്പളവും പെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ ഖജനാവ് കാലിയാകുന്ന അവസ്ഥ. സംസ്ഥാനത്തിന്റെ പൊതുകടം 1,60,60,000 കോടിയായിട്ടുണ്ട്. നോട്ട് നിരോധനം സൃഷ്ടിച്ച മാന്ദ്യം മറികടന്ന് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജം നൽകണമെങ്കിൽ പൊതുചിലവ് വർദ്ധിപ്പിക്കണം. ഇതിന് കിഫ്ബിയെ ആശ്രയിക്കാനാണ് സർക്കാർ പദ്ധതിയെങ്കിലും നിക്ഷേപങ്ങൾ പലിശ സഹിതം തിരിച്ചു നൽകേണ്ടി വരുമെന്നതിനാൽ ഭാവിയിൽ ഇത് സംസ്ഥാനത്തിന് ബാധ്യതയാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന കിഫ്ബി വഴി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കടപ്പത്രങ്ങൾ വഴിയും മറ്റും പണം സമാഹരിക്കാനും ഇതുപയോഗിച്ച് വൻകിട പദ്ധതികൾ നടപ്പാക്കി സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കാനുമാണ് ബജറ്റ് ലക്ഷ്യം. GST പ്രാബല്യത്തിലാകുന്നതോടെ നികുതി വരുമാനത്തിൽ 3,000 കോടി രൂപയെങ്കിലും വർദ്ധിക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. സേവന മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന സംസ്ഥാനമെന്ന നിലയിൽ നികുതി വരുമാനം ഉയരുമെന്നും നികുതി വെട്ടിപ്പ് കുറയുമെന്നുമാണ് വിലയിരുത്തൽ. സേവന മേഖലയിലെ നികുതി കൂടിയാകുമ്പോൾ സംസ്ഥാനത്തിന് വലിയ വരുമാന നേട്ടമാകുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. ഫിനാൻസ് ബില്ലിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വന്നു, പിന്നെ പാസ്സാക്കിയാലും മതി. അപ്പോൾ ഇനി പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി നിയമം പാസ്സാക്കാനുള്ള രീതിയിലേക്കല്ല, മിക്കവാറും ഇങ്ങനെയായിരിക്കും. തീരുമാനമായിട്ടില്ല, പക്ഷേ ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം GST വന്നതിന് ശേഷമുള്ള ബഡ്ജറ്റായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ GST വരുന്നു എന്ന് കണ്ടുകൊണ്ട് തയ്യാറാക്കുന്ന ബഡ്ജറ്റാണ് എന്നുള്ളതാണ്. പക്ഷെ നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അടുത്ത വർഷത്തെ ബഡ്ജറ്റ് ഒരു സംശയം വേണ്ട, നമുക്ക് നല്ല വരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ ചെയ്യാം. പക്ഷെ ആദ്യ വർഷമാകുമ്പോഴേക്കും ഒരു പുതിയ സമ്പ്രദായമല്ലേ അത് നിലവിൽ വന്ന് നികുതി പിരിവൊക്കെ ആദ്യത്തെ വർഷം എന്തായിരിക്കും, ആപ്പോടെ കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ നികുതി വരുമാനം എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മുൻ വർഷങ്ങളെ 14-15% പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അനുമാനം. 19% നികുതി വളർച്ച പ്രതീക്ഷിച്ചെടുത്ത് നെഗറ്റീവ് വളർച്ചയുണ്ടായ സാഹചര്യത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള വിപണി ഇടപെടലിനു പോലും സർക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാലും ബജറ്റിൽ ക്ഷേമ പദ്ധതികൾ വെട്ടിച്ചുരുക്കില്ലെന്ന നിലപാടിലാണ് മന്ത്രി. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പരമ്പരാഗത കാർഷിക മേഖലകൾക്ക് പ്രത്യേക പദ്ധതികൾ ഉണ്ടാകും. വികസന പദ്ധതികളെല്ലാം കിഫ്ബിയിലൂടെയാകും വരിക. അടുത്ത വർഷേ ഞങ്ങൾ യഥാർത്ഥത്തിൽ കിഫ്ബിയുടെ പണം സമാഹരിക്കേണ്ടി വരുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. കാരണം പണമില്ലാത്തതല്ല പ്രശ്നം. ഈ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക, ഇത് നമ്മുടെ മുട്ടുമ്പ് വെച്ചിട്ടൊരു എസ്റ്റിമേറ്റ് എഴുതി കൊണ്ടുവരുന്നൊന്നും അവിടെ സ്വീകരിക്കില്ല. കൃത്യം നമ്മൾ നമുക്ക് നിക്ഷേപകരുടെ കാണിച്ചു കൊടുക്കണം, ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വേണം, റിസ്ക് അനാലിസിസ് വേണം. അങ്ങനെ പ്രൊജക്റ്റ് എഴുതിയ ശീലമൊന്നും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കില്ല. അതുകൊണ്ട് ഇത് പതുക്കെയാണ് വരുന്നത്. നികുതി വരുമാനത്തിൽ കുറവുണ്ടായതും ധനമന്ത്രിയുടെ മുന്നിലുള്ള വെല്ലുവിളിയാണ്. 2015 ഡിസംബറിനെ അപേക്ഷിച്ച് 2016 ഡിസംബറിൽ നികുതി പിരിവിൽ 0.49% കുറവുണ്ടായി. വാണിജ്യ നികുതി പിരിവിലും തളർച്ച രേഖപ്പെടുത്തി. 2015 ഡിസംബറിനെ അപേക്ഷിച്ച് 2016 ഡിസംബറിൽ
1.69% കുറവാണ് രേഖപ്പെടുത്തിയത്. സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും രജിസ്ട്രേഷനിലും യഥാക്രമം 17.52%-യും 10.6%-യും കുറവും ഈ കാലയളവിലുണ്ടായി. സർക്കാരിന്റെ തനത് വരുമാനത്തിന്റെ 32% മദ്യം, ലോട്ടറി എന്നിവയിൽ നിന്നാണ്. ഇതിനു പുറത്ത് പൊതുവിഭവ സമാഹരണം നടത്തുക എന്നതും സർക്കാരിന്റെ മുന്നിലുള്ള പ്രതിസന്ധിയാണ്. നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുകയും ബാധ്യതകളിൽ നിന്ന് സർക്കാർ പരമാവധി ഒഴിയുകയും ചെയ്യുന്ന നയമായിരിക്കും ഇത്തവണ ബജറ്റിൽ പ്രതിഫലിക്കുക. കേരളത്തിലെ ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുന്ന സർക്കാർ ഏജൻസിയാണ് കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ അഥവാ KBIP. KBIPന്റെ CEO വി രാജഗോപാലാണ് ഇന്ന് മണിയേക്കടൽ. കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ കൗൺസിൽ CEO വി രാജഗോപാലാണ് നമ്മോടൊപ്പം ഇന്ന് മണി ന്യൂസിൽ ചേരുന്നത്. സ്വാഗതം ശ്രീ രാജഗോപാൽ. എന്തൊക്കെയാണ് KBIPന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്? KBIP എന്ന് പറയുന്ന സ്ഥാപനം 1991 തുടങ്ങിയ സ്ഥാപനമാണ്. ഇത് നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള 3 പ്രൊമോഷണൽ ഏജൻസി KSIDC, കിൻഫ്ര, KBIP. അതിൽ KSIDC മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. കിൻഫ്ര ആണെന്നുണ്ടെങ്കിൽ സെക്ടർ സ്പെസിഫിക് ഇൻഡസ്ട്രിയൽ പാർക്സിൻ്റെ. KBIP എന്നുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ചെറുകിട വ്യവസായം, സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള പ്രൊമോഷണൽ ഏജൻസിയാണ് KBIP. അത് വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഹെഡ് ഓഫ് ദി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി, ചെയർമാനുമായിട്ടുള്ള സ്ഥാപനമാണ്. ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഞങ്ങൾ 2-3 മിനിസ്ട്രീസിൻ്റെ, സെൻട്രൽ മിനിസ്ട്രീസിൻ്റെ സ്റ്റേറ്റിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ്. അതിലൊന്ന് മിനിസ്ട്രി ഓഫ് MSME, ചെറുകിട മന്ത്രാലയത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഉണ്ട്. അതിൻ്റെ സ്റ്റേറ്റിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. നമ്മളിപ്പം 15 പ്രോജക്ട്സ് സ്റ്റേറ്റ് സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ 8 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഒരു പ്രോജക്റ്റ് 15 കോടി രൂപയാണ്. ഈ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത MSC CDP സ്കീമെന്നും പറഞ്ഞാണ് തരുന്ന. ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റിൽ കോമൺ ഫെസിലിറ്റി സെൻറ്റർ ഉണ്ടാക്കാനാണ്. 8 പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്ത് ഒരു പ്രോജക്റ്റ് 15 കോടിയിൽ 90% ഗ്രാൻഡാണ്. അതിൽ 70% ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും തരും, 20% സ്റ്റേറ്റ് ഗവൺമെൻറ്, 10% അത് കൺസോർഷ്യം ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ നടപ്പിലാക്കിയ 8 പദ്ധതികളും വളരെ നല്ല രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതുകൂടാതെ ഇപ്പം നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് 5 എണ്ണം കൂടെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ്. ഇത് ഒരു മിനിസ്ട്രി. രണ്ടാമത്തെ ഒരു ഇത് ഞങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന ബാംബു മിഷൻ, സ്റ്റേറ്റ് ബാംബു മിഷൻ ഞങ്ങളുടെ ഇതിലാണ്. അത് നാഷണൽ ബാംബു മിഷൻ്റെ സ്റ്റേറ്റിൻ്റെ നോഡൽ ഏജൻസി. അത് പ്രധാനമായിട്ട് ഈ ബാംബു സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിൽ നമ്മളുടെ പ്ലാന്റേഷൻ ഡെവലപ്മെൻറ്റും ഉണ്ട്. പ്ലാന്റേഷൻ ഡെവലപ്മെൻറ്റ് ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ചാണ്. പിന്നെ NGOസുമായിട്ട്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുമായിട്ട് സഹകരിച്ചിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്ന ഇതിന് രണ്ടിനുമാണ് പ്രധാനമായിട്ട്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ 13 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു മേളയുണ്ട്, ഈ കേരള ബാംബു ഫെസ്റ്റ്. എല്ലാ വർഷവും ഡിസംബറിലെ ഫസ്റ്റ് വീക്കിലെ സാറ്റർഡേ ഇത് ഭയങ്കര റെസ്പോൺസാണ്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും, ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്ന്, ബാംബുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റുകളിൽ നിന്ന് എല്ലാ ആർട്ടിസാൻസ് അവരുടെ പ്രോഡക്റ്റ്, ഇറ്റ്സ് എ സെയിൽസ് മേളയാണ്. അത് ഞങ്ങളുടെ രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി. ഇനി മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി ഞങ്ങളുടെ ഈ ഫുഡ് പ്രോസസ്സിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. നാഷണൽ സെൻറ്റർ ഫോർ HACCP സർട്ടിഫിക്കേഷൻ, ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ് എന്നുള്ളൊരു UNFOയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്. ആ സർട്ടിഫിക്കേഷൻ ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ നോഡൽ ഏജൻസിയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് 37 ട്രെയിൻഡ് ഓഡിറ്റേഴ്സ് ഉണ്ട്. ആ ഓഡിറ്റേഴ്സ് ഇപ്പം കണ്ണൂരുള്ള ഒരു യൂണിറ്റിന് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്ന് വെച്ചാൽ എല്ലാ ജില്ലകളിലെയും ചീഫ് ഫുഡ് ഇൻസ്പെക്ടർ ഞങ്ങളുടെ ഓഡിറ്റർമാർ. അവർ പോയി അതിൻ്റെ 2 വിസിറ്റ് നടത്തി, പ്രീ അസസ്മെൻറ്റ്, അത് കഴിഞ്ഞ് അസസ്മെൻറ്റ് നടത്തിയിട്ട് ഫൈനൽ അസസ്മെൻറ്റ് നടത്തി ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അത് ഈ യൂറോപ്യൻ യൂണിയനിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടാണ് ഈ HACCP സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് ഞങ്ങളുടെ മൂന്നാമത്തെ. ഇത് കൂടാതെ നാലാമത്തെ ഒരു ആക്ടിവിറ്റിയാണ് ഈ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ. ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ചെറുകിട വ്യവസായികൾക്കുള്ള പ്രൊമോഷനാണ്. അതിൽ പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുകിട വ്യവസായികളെ മിക്കവാറും ഉള്ള മേളകളിലെല്ലാം പങ്കെടുപ്പിക്കുക. മേളകളിലെല്ലാം പങ്കെടുപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേളകളിലും നമ്മൾ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ഒരു വലിയ പവലിയൻ കാണും. ആ പവലിയനകത്ത് നമ്മൾ ഇവിടുന്ന് വരുന്ന തിരഞ്ഞെടുക്കുന്ന SME യൂണിറ്റുകൾക്ക് അവരുടെ പ്രോഡക്ട്സും ഇതുമെല്ലാം സൗജന്യമായിട്ടാണ് ആ സ്റ്റാൾ ഫെസിലിറ്റി കൊടുക്കുന്നത്. അവരുടെ യാത്ര ചെലവ് അവർ തന്നെയാണ് വഹിക്കേണ്ടത്. അവർ കൊണ്ടുവന്ന ആ പ്രോഡക്റ്റ് ഇത് ഞാൻ പറയാം. പിന്നെ അതേപോലെ തന്നെ അന്താരാഷ്ട്ര മേളകളിൽ, ഇൻ്റർനാഷണൽ ഫേസിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇവർക്ക് പ്രയോജനപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ അനുഗ ഫുഡ് ടെക് എന്ന് പറഞ്ഞൊരു മേള ജർമ്മനിയിൽ 1 in 2 years ആണ്. കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
അവിടെ നമുക്ക് ഒരു സ്ക്വയർ മീറ്റർ സ്ഥലത്തിന് ഏകദേശം 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറുകിട വ്യവസായിക്ക് അവിടെ ചെന്നൊരു 10 സ്ക്വയർ മീറ്റർ സ്പേസ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളതൊരു 10-25 സ്ക്വയർ മീറ്റർ സ്പേസ് എടുത്തിട്ട് സ്റ്റേറ്റിൻ്റെ പവലിയനാക്കിയിട്ട് അത് ആ വ്യവസായികൾക്ക് കൊടുക്കും. ചെറുകിട സംരംഭകർക്ക് കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് എത്രത്തോളം സാധ്യതകൾ എന്താണ് വിലയിരുത്തുന്നത്? ഈ ചെറുകിട സംരംഭകർക്ക് രാജ്യത്ത് എത്രത്തോളം സാധ്യത ഉണ്ടാകുന്നതിനെക്കാട്ടി ഏറ്റവും പ്രധാനമാണ് കേരളത്തിൽ എത്രത്തോളം സാധ്യത. കേരളത്തിൽ നമ്മുടെ ഈ വിരലിലുണ്ടാകുന്നത് നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം. മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി കേരളത്തിൽ എത്രണ്ണമുണ്ട്? കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് എത്രണ്ണം വന്നിട്ടുണ്ട്? നമ്മുടെ ഇവിടെ ഈ 2.5 ലക്ഷത്തോളം രജിസ്റ്റേർഡ് ചെറുകിട വ്യവസായമാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഇത്. അത് തീർച്ചയായിട്ടും രാജ്യത്ത് നമ്മളിപ്പോൾ വേറെ ഞങ്ങൾ പല സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്. ഇപ്പോൾ മൊറാദാബാദിൽ പോയാലും ഗുജറാത്തിൽ പോയി കഴിഞ്ഞാലും എല്ലാം ഈ ചെറുകിട മേഖലയാണ്. ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ വലിയൊരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി വരുവാണെങ്കിൽ അതിൻ്റെ ആൻസിലറി യൂണിറ്റ്സ് മുഴുവൻ നമ്മുടെ സ്റ്റേറ്റിൽ വരാം. ചെറുകിട വ്യവസായമാണ് അതെല്ലാം. അവർ എല്ലാം കേറ്റർ ചെയ്യുന്ന. പിന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ പാലായിൽ ഒരു വലിയൊരു എക്സ്പോർട്ടറുണ്ട്. ഫുഡിൻ്റെ റെഡി ടു ഈറ്റ് ഫുഡാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ആ യൂണിറ്റ് അല്ല അതുണ്ടാക്കുന്നത്. അതിലൊരു 70% ഐറ്റംസ് ഈ ചെറുകിട മേഖലയിലുള്ള ചെറിയ ചെറിയ ഉൽപ്പാദകർ ഉണ്ടാക്കി അവിടെ കൊണ്ട് കൊടുത്ത് അവർ ആ കോൾഡ് ചെയിൻ ഫെസിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണം. ചെറുകിട വ്യവസായമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിന് അനുയോജ്യം. തീർച്ചയായിട്ടും ഇന്ത്യക്കും അത് തന്നെയാണ്. ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വിദ്യാർത്ഥികളും മറ്റും ധാരാളമായി രംഗത്തെത്തുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകളായും മറ്റും അവർ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. അപ്പം അവർക്ക് എന്തൊക്കെ സഹായങ്ങളാണ് KBIP? KBIP ഡയറക്റ്റായിട്ട് സാമ്പത്തിക സഹായം ഒരു മേഖല ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ആക്ടിവിറ്റീസ്, ഈ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഇതാണ്. സാമ്പത്തിക സഹായം ഞങ്ങൾ കൊടുക്കത്തില്ല. അത് ഡയറക്ടറേറ്റ് ഇൻഡസ്ട്രി, ഞങ്ങളെ ഡയറക്ടറേറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. ഡയറക്ടറേറ്റ് വഴിയാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംവിധാനം ചെയ്യുന്നത് KSIDC-കാരാണ്. KSIDC ആണ് സ്റ്റാർട്ടപ്സിൻ്റെ അവർക്ക് സാമ്പത്തിക സഹായവും അവരുടെ പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ള സഹായം ചെയ്യുന്നുണ്ട്. KBIP അതിലോട്ട് വലുതായിട്ട് ഇൻവോൾവ് അല്ല. വളരെ നന്ദി ശ്രീരാജു. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ബ്രാൻഡാകുന്ന വയനാടൻ കോഫി.